pray. Oh Heavenly Father, thank you for giving us another beautiful day in our life. Once again, we gather here to seek your blessing, Lord. We ask for daily mercy and grace with our students and help them learn your truth in Our theme is Christmas prophecies in world literature and other holy scriptures. Prophecies, അഥവാ പ്രവചനങ്ങൾ. Prophecies are actually the foretelling of future events. And we are familiar with the most famous prophecy about the birth of Jesus Christ. Prophecies have great importance in our Christian textbook and other holy scriptures. Today, as we listen to the voices of our prophetic voices, let's explore how these prophecies are similar and connected in different aspects. So, I invite all of you to our dear Pathumere Chayakada. ഓ, ഇത് എന്തൊരു ജീവിതം ഇത്. ഇന്നത്തെ കാലത്തെ കുറെ സ്വിഗ്ഗി സൊമാറ്റോ ഇപ്പൊ ആർക്കും ഈ തട്ടുകടയിൽ ആഹാരമൊന്നും വേണ്ടല്ലോ. അതൊക്കെ പണ്ട് നല്ല ചായ, നല്ല ചൂട് പരിപ്പുവടയും ഉഴുന്നുവടയും. ഓ എന്റെ അള്ള, ഇന്നെങ്കിലും കുറച്ച് കസ്റ്റമർ വന്നായിരുന്നെങ്കിൽ. കുഞ്ഞെ ഒന്ന് മലയാളത്തിൽ പറയാമോ? എനിക്ക് കുഞ്ഞ് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ആ തരാം. അല്ല, കുഞ്ഞിനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് മൊഞ്ചുള്ള മുഖമാണല്ലോ. വല്ല യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാമറോ വല്ലോ ആണോ? കുറച്ച് വെണ്ണ എടുക്കാൻ കാണോ? ആ, വെണ്ണയൊക്കെ തരാം. ഒന്ന് ഇരിക്കണേ. എന്റെ അണ്ണ അതിന് ഇവിടെ എന്തെങ്കിലും പരിപാടി വല്ലതും നടക്കുന്നുണ്ടോ? കുറെ ഹൈ ടീമുകളൊക്കെ വന്നല്ലോ. എന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ എടുത്ത് നോക്കട്ടെ. അല്ല, നമ്മുടെ സെയിം ഫീൽഡിലല്ലേ വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഇതുവരെ പേഴ്സണലി കാണാൻ പറ്റിയിട്ടില്ല. ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് താങ്കളുടെ ലീലാവിലാസങ്ങളെ കുറിച്ച്. ഞാൻ പിന്നെ പണ്ടേ ഭയങ്കര ഫേമസ് ആണല്ലോ. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഫുള്ള് ലേഡീസാ. മനുഷ്യകണക്കാരുമില്ലേ? അല്ലറ ചില്ലറ. പിന്നെ മെയിൻ ആയിട്ട് ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്നത്. ഓ, മനസ്സിലായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആരോ പറഞ്ഞു ഞാൻ ഒരു ക്യൂട്ട് ലിറ്റിൽ ബോയ് ആയിട്ട് വസുദേവ് അച്ഛനും ദേവകി അമ്മയ്ക്കും ജനിക്കുന്നു. അല്ല, താങ്കളെ പറ്റിയും കുറെ പ്രോഫസീസ് ഇല്ലേ? എഴുത്തച്ഛൻ എഴുതിയ ഭാഗവതം കിളിപ്പാട്ടിലെ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് സൂചിപ്പിക്കുന്ന വരികൾ പ്രകാരമാണ്. മന്നവാ കംസ ഭവാനൊന്നറിഞ്ഞിരിക്കേണം, ഇന്നു തൊട്ടുപായങ്ങളെല്ലാം ഓർത്തുകൊള്ളുക. നിന്നുടെ സോദരിയാം ഇവൾ പെറ്റുണ്ടാകും നന്ദനൻ എട്ടാമവനതിമാനുഷൻ. നിന്നെ കൊന്നു നിന്നിടുവൻ ഇല്ല സംശയമേതും. എന്നെ കുറിച്ചുണ്ട് യശയാപ്രവചനം പ്രവചിച്ചിട്ടുണ്ട്. കന്യകമാരിൽ ഒരു മകനെ ലഭിക്കും, അദ്ദേഹത്തിന് ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കണമെന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നമ്മൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഡൗൺ ടു എർത്ത്. ഓ, മനസ്സിലായി. നമ്മള് ജനിച്ച സ്ഥലമല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ ജനിച്ചൊരു ജയിലാണ്, ഒരു കാരാഗ്രഹം. ഓ, ഫുൾ ഇരുട്ടും പൊതുവായിരുന്നു. ബട്ട് ഐ തിങ്ക് യു ആർ ബോൺ ഇൻ എ ബെറ്റർ പ്ലേസ്. അവതാരമായി ആനന്ദശായി ദേവൻ അവതാരമായി, കന്മഷഹരൻ ദേവൻ കാരുണ്യശാലി ദേവൻ, കംസന്റെ കൽത്തുറങ്കിൽ അവതാരമായി. ബെറ്റർ പ്ലേസോ? ഞാൻ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തില്ല. പക്ഷികിടാങ്ങളുടെ മാട്ടിൻകുട്ടികളുടെ ഒക്കെ നദിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. വിശുദ്ധ ലൂക്കോസിന്റെ പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. കൃഷ്ണ, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അതുപോലെ ധാരാളം പേരുകളുണ്ടല്ലോ, ഗോപാലൻ, കനയ്യ. മതി, എനിക്ക് നാണം വരുന്നത്. അല്ല, ആരെയും പറയുന്നത്? The King of Kings, the Messiah to humanity. You are great, my dear Christ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു.
ആധിപത്യം അവന്റെ തോളിലാണ്. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നീ പേരുകൾ വിളിക്കപ്പെടും. ക്രൈസ്റ്റ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ബ്രൂക്കില് നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യുന്ന പോലെ നമ്മൾ കുറെ സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ട്. വി ആർ ദ ടോർച്ച് ബെയറേഴ്സ് ഓഫ് സാക്രിഫൈസ്. അതെ അതെ, ഞാനും എന്റെ ജനങ്ങളുടെ പാപങ്ങളിൽ ഏറ്റുവാങ്ങാനായിട്ട് ക്രൂശ് തറയ്ക്കപ്പെട്ടു. വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിച്ചത്. എന്റെ കാര്യം പിന്നെ ഭയങ്കര കോമഡിയാ. കൗരവസേന മൊത്തത്തിൽ ഒരു വിരൽത്തും എങ്ങ് വധിക്കാന്ന് ഞാനങ്ങ് വിചാരിച്ചു. മഹാഭാരത യുദ്ധം അറിയത്തില്ലേ? പിന്നെ ഞാനത് ചെയ്തത് എന്റെ ഫ്രണ്ടായ അർജുനന് വേണ്ടിയിട്ടും പിന്നെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് മാത്രം കുറച്ച് സന്തോഷമുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ തന്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: പരിത്രാണായ സാധൂനാം വിനാശായ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത് സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്കൃത നാശത്തിനും വേണ്ടി യുഗയുഗാന്തരങ്ങളോളം ഞാൻ ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിക്കും. അതാണ് എന്റെ ജീവിതം. എല്ലാം കിട്ടിക്കഴിഞ്ഞു, പക്ഷെ ഞാൻ അതെല്ലാം ത്യജിച്ചു. ആരാണ് പറഞ്ഞ സിദ്ധാർത്ഥം ഓഫ് എൻലൈറ്റ്മെന്റ്. പണത്തിന് പണം, പിന്നെ ഫുഡിന് ഫുഡ്, പാലസിന് പ്ലാൻസ്. പക്ഷെ ഞാൻ അതെല്ലാം ത്യജിച്ചു. പിന്നെ ധർമ്മത്തെ മാർഗത്തിൽ ഞാൻ അങ്ങ് നടന്നത്. താങ്കൾ മറ്റേ ഇന്ന മരത്തിനടിയിൽ ട്രീ ആ മനുഷ്യനല്ലേ? ഒരു ഗ്രീൻ ടീ ഉണ്ട്. ഗ്രീൻ ടീ ഒന്നും ഇല്ല. ചായ വേണോ, കാപ്പി വേണോ, തേയില വേണോ, പാല് വേണോ? ചായ വേണോ? ഒരു കേക്ക് എടുത്തിട്ടേ അതുകൂടെ. അതെ, നമ്മള് 3 പേരും തമ്മിൽ വേറെ ഒരു സിമിലാരിറ്റി ഉണ്ട്. നമ്മുടെ 3 പേരുടെ ജീവിതത്തിൽ രാജാക്കന്മാർക്ക് വലിയ റോളാണ്. നിങ്ങൾ ഹെരോദ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടതല്ലേ, 3 പണ്ഡിതന്മാര് വന്ന് ഹെരോദ രാജാവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന്. പുള്ളിക്കാരൻ അത് അറിഞ്ഞ് രാജസിംഹാസനത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടു. എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. എന്റെ കുടുംബത്തില് എന്റെ അമ്മാവൻ തന്നെയായിരുന്നു എന്റെ ചോര വേണ്ടത്. അങ്ങനെ അമ്മാവനെ തട്ടിന്നുള്ള പേരും കൂടെ എനിക്കങ്ങ് വീണ്. ആരോ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞു പുള്ളിനെ ഞാനങ്ങ് കൊല്ലുമെന്ന്. അങ്ങനെ പുള്ളിക്ക് അങ്ങ് പേടിയായി പോയി. എന്ത് ചെയ്യാനാ? എനിക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ രാജാവിന്റെ തന്നെ ജനിച്ചു. നമുക്കങ്ങനെ പ്രശ്നം. ഒരു പ്രൊഫസിയും വന്നു. ചിലപ്പോ ഒരു രാജാവോ, ചിലപ്പോ ഒരു ബുദ്ധനാണ്. ഞാൻ പിന്നെ ബുദ്ധനായി. 1-2 വാക്യങ്ങൾ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഇവിടെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ചായ ഒക്കെ തരാലോ, അവിടെ ഇരുന്നാട്ടെ. അല്ല, എവിടെയോ നല്ല കണ്ടുപിടിച്ചുണ്ടല്ലോ. എത്ര മോഡേണാണെന്ന് പോയിട്ട് എന്താ കാര്യം? ഇത്ര ഫേമസ് ആയിരുന്നു കണ്ടിട്ട് മനസ്സിലായില്ല. എന്താ ഇവിടെ സർവ്വലോകത്തിലൊന്നും പോവാറില്ലേ? സ്വർഗമൊക്കെ പോലെ ഇപ്പൊ മൂവി തന്നെയല്ലേ സ്വർഗം. മാത്രല്ല എലക്ഷൻ ഒക്കെ അല്ലായിരുന്നോ? എലക്ഷന്റെ അടിയും അത് മാത്രല്ല ഇപ്പം ബാബു സ്വാമി നാഗ ചേച്ചിയൊക്കെ കാണാനും പറ്റും. ചായക്കടയല്ലേ എല്ലാ ന്യൂസിന്റെ ഇടം. അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും പറ്റി. പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും കാണാനല്ലേ വന്നേ? കാണണമല്ലോ. ഗ്രൂപ്പിൽ ടീച്ചേഴ്സിന്റെ പല വെറൈറ്റി നടക്കുന്നത് അതും കാണാം. പണ്ടത്തെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഇല്ല. ഇപ്പോഴും BBC ആയിട്ടൊക്കെ നടക്കുവല്ലേ? ഒരു സന്തോഷം. കാണണം. ശരി. യേശുക്രിസ്തു അല്ലേ? അതെയല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഇത് കണ്ടിട്ടും മനസ്സിലായില്ലേ? ഇതേപോലുള്ള എത്ര എണ്ണത്തിനെ താങ്കൾ ജനിക്കുന്ന സന്ദേശം കന്യകമരവിന് കൊടുത്തത് ഞാനാണ്. ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ. മതി. ലെറ്റ്സ് ടേക്ക് എ ചിൽ പിക്. ഫുൾ സീരിയസ് വൈബ് ആണല്ലോ അങ്ങ്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ താങ്കൾ ഭയങ്കര മ്യൂസിഷ്യനും ഡാൻസറും ഒക്കെയാണ്. ഞാൻ ഡാൻസും കളിക്കും, പാട്ടും പാടും. ഞാൻ സകലകലാ വല്ലഭനാണ്. ഇതൊന്നുമല്ല.
പിന്നെ ഇത് ജീസസിന്റെ സമയമല്ലേ? ഓ ശരിയാണല്ലോ. ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞ ഇപ്പൊ ബ്രൂക്കിൽ തന്നെ കണ്ടില്ലേ, ഫുള്ള് സ്റ്റാർ ക്രിസ്മസ് ട്രീയും. ഈ മാസം എവിടെ പോയാലും കുറെ പ്ലം കേക്കും പിന്നെ താങ്കളുടെ ഫോട്ടോയും കാണാൻ ഒരു കണ്ണിന് കുളിർമയാണ്. അപ്പൊ ജീസസ് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. ആ താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഓ സോറി Hello, എനിക്ക് hello, ദ്വാരകയിൽ നിന്ന് ഒരു അലേർട്ട് എന്റെ വന്നു. പൈസ ഞാൻ UPI ചെയ്തേക്കാം. എനിക്ക് ദ്വാരകയിൽ നിന്ന് ഒരു അലേർട്ട് വന്നു. എനിക്ക് പോവാൻ സമയം. ഞാൻ ചെയ്തേക്കാം. എന്റെ ട്രീറ്റ് ആട്ടോ. തോനെയൊന്നും കുഴപ്പമില്ല. ആ ശരി ശരി ചെയ്തേക്കാം. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഏതായാലും എല്ലാ ഇതിഹാസ കൃതികളും നമ്മെ പഠിപ്പിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതാണ്. ഒരിക്കൽ കൂടി ഏവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിനങ്ങൾ കൂടി ആശംസിക്കുന്നു. നമ്മുടെ ക്രിസ്മസിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ 7 വീതിച്ചിട്ട് 7 പാർട്ടായിട്ട് നമ്മൾ വിഭജിച്ചിരിക്കുകയാണ്. അതിൽ ഒരു പാർട്ടാണ് ദ റോൾ ഓഫ് പ്രോഫസീസ് ഇൻ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തു ജനനത്തെ കുറിച്ച് അത് ബൈബിളിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടല്ല, കൺസ്ട്രെയിൻഡ് ആയിട്ടല്ല, മറ്റ് ലോക മതങ്ങളിലെല്ലാം ദിവ്യ അവതാരങ്ങള്, അതായത് പ്രത്യേകിച്ച് ശ്രീകുമാരി മിസ് ഇവിടെ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞതുപോലെ അധർമ്മം കൂടുമ്പോൾ അവിടെ ധർമ്മമായിട്ട് ദൈവം അല്ലെ ഈശ്വരൻ ജനിക്കും. ഈശ്വരൻ എപ്പോഴും അധർമ്മത്തെ തുടച്ചു നീക്കും എന്നുള്ളതാണ്. അധർമ്മത്തിന്റെ പരിഹാരമാണ് ധർമ്മം ഉണ്ടാകുക, ധർമ്മത്തിന് ജന്മം ഉണ്ടാകുക, ധർമ്മം ജനിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ക്രിസ്തു മതത്തിലായിരുന്നാലും മറ്റു മതങ്ങളിലായി ഇസ്ലാം മതത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കും. ഇവിടെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആരും ഇല്ലാത്ത ആ കണ്ടന്റ് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനായിട്ടുള്ള ഇതാണ്, ഈ ഹിന്ദു പുരാണങ്ങളിലും ക്രിസ്ത്യൻ ലിറ്ററേച്ചറുകളിലും എല്ലാം കാണുന്ന ഒരു പ്രോഫസി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക, മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, ഞാൻ ദീർഘിപ്പിക്കത്തില്ല, പെട്ടെന്ന് നിർത്താം. നമുക്ക് തന്നെ അറിയാം, നമ്മളെക്കുറിച്ച് നമുക്കൊരു വാണിംഗ് തരിക അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ തരിക, ഇൻറ്റിമേഷൻ തരിക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? അത് ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ, ഒരുക്കമാണ്. ദൈവം മനുഷ്യനായിട്ട് ജനിക്കുമെന്നും അല്ലെങ്കിൽ ധർമ്മം ജനിക്കും, അധർമ്മം ഇല്ലായ്മയാകണം എന്നുള്ള സന്ദേശം ആണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജനനത്തിൽ അല്ലെങ്കിൽ ദൈവം ക്രിസ്മസ് ആയിട്ട് മനുഷ്യനായിട്ട് ജനിക്കുക വഴിയായിട്ടുണ്ടാകണം. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ഈ പ്രോഫസീസ് എല്ലാം തന്നെ അത് യെശയ്യായുടെ പുസ്തകത്തിലുണ്ട്, സക്രിയയുടെ പുസ്തകത്തിലുണ്ട്, മറ്റ് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരുക്കം ആവശ്യമാണ്, നമ്മുടെ കോപ്പറേഷൻ ആവശ്യമാണ്, നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ യഥാർത്ഥ ഇൻഡിവിജ്വാലിറ്റി, പേഴ്സണാലിറ്റി, ഇപ്പം നമ്മുടെ പലപ്പോഴും പറയും നമ്മുടെ മനുഷ്യത്വം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ടു നോ വാട്ട് വി ആർ ആൻഡ് വാട്ട് അതേഴ്സ്. അപ്പം അതിൻ്റെ ഒരു റിയലൈസേഷനും റെക്കഗ്നീഷനും ആ ഒരു നോളജാണ് യഥാർത്ഥത്തിൽ ദൈവം ജനിക്കുന്നതിൻ്റെയും മനുഷ്യനായി തീരുന്നതിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഒരു ഒരുക്കം ആവശ്യമാണ് ഏത് കാര്യത്തിനായിരുന്നാലും. നമ്മൾ PSC ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് പോകുമ്പോഴും ഇവിടെ
ടീച്ചിങ് പ്ലാൻ എഴുതി, ലെസൺ പ്ലാൻ എഴുതി ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ നമ്മളെടുക്കുന്ന എഫർട്ട് ഫുൾ ഒരു റിയലൈസേഷൻ ആകണം, സക്സസ് ആകണമെങ്കിൽ അവിടെ എന്താണ്, നമുക്ക് നല്ല ഒരു ഒരുക്കവും ആവശ്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനായിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു ഒരുക്കം ആവശ്യം. നമ്മളൊരു യാത്ര ചെയ്യാൻ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നന്നായിട്ട് വേഷമൊക്കെ ധരിച്ച്, അല്ലെങ്കിൽ ആകർഷകമായ രീതിയിൽ അട്രാക്റ്റീവായിട്ട് ഉള്ള വേഷമൊക്കെ ധരിച്ച് നമ്മൾ പോകുന്നതിന് അവിടെ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ഉണ്ട്, ഫിസിക്കൽ പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ ഉണ്ട്. ഒരു ക്രിസ്മസ് ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നവർ അവർ 41 ദിവസം ഉപവാസം ഇരുന്ന് മാലയിട്ട് തേങ്ങ ഉടച്ച് തലയിൽ കെട്ടുകെട്ടി തലയിൽ എടുത്തു വെച്ച് കൊടുത്ത് ആഴിക്ക് ചുറ്റും നടന്ന് അതിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലി ജപം ചൊല്ലിയുമാണ് പോകുന്നത്. അവർക്ക് അവരുടെ യാത്ര സുഖമായിരിക്കും. അവിടെ നമുക്ക് കല്ലും മുള്ളും കാലിക്കും എത്താന്നും പറഞ്ഞുള്ള പാട്ടൊക്കെ അറിയാവുന്നത്. അപ്പൊ അത് മനുഷ്യനെ എല്ലാത്തിലേക്ക് ഏത് കാര്യത്തിലായിട്ടൊന്ന് ഒരുക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു പ്രിപ്പറേഷൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് പുണ്യപ്രവൃത്തി ചെയ്യണമെങ്കിലും അതിൻ്റെ പിന്നിലെ വലിയ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ആ ഒരുക്കം ഒന്നിയിൽ നമ്മൾ ലിറ്ററേച്ചറിലൂടെ കേൾക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു സാമീപ്യത്തിൽ നിന്ന്, ഒരു പുഞ്ചിരിയിൽ നിന്ന്, ഒരു ചെറിയ ഉപദേശത്തിൽ നിന്ന്, ചെറിയൊരു ശാസനയിൽ നിന്ന്, അങ്ങനെയുള്ള വിവിധങ്ങളായ കോണ്ടസ്റ്റുകളാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മളാക്കി തീർക്കുന്നതെന്ന് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നിങ്ങൾ ഓർക്കുക. നിങ്ങളാകാനായിട്ട് കഴിയട്ടെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണാൻ കഴിയട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഓഫീസ് സന്ദേശം.